2026 തുടങ്ങിയതിന് ശേഷം, അതായത് ഈ വർഷം തുടങ്ങിയതിന് ശേഷം 2025 എങ്ങനെയാണോ ആ അക്കങ്ങൾ തമ്മിലൊന്ന് മാറി മാത്രം, 5 എന്നുള്ള 6 മാത്രം ഒന്ന് മാറി. ബാക്കി അവിടെ 2025 എൻഡായ ക്രൈംസൊക്കെ ഇപ്പോഴും ഇവിടെ 2026 ഈ ജനുവരി ഇപ്പോൾ എത്രാം തീയതി, 28 വരെ ഒരുപാട് ക്രൈംസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അധികം സൂയിസൈഡാണ് ഇപ്പോൾ കൂടുതലായിട്ട് വന്നത്. തൊട്ടതിനും പിടിച്ചതിനും നിസ്സാര കാര്യത്തിന് എന്തോ അയ്യോ എന്തിനോ പരീക്ഷയ്ക്ക് പറഞ്ഞത് റീൽസിലെങ്ങാണ്ട് പിഴവ് വരുത്തി എന്ന് പറഞ്ഞ ഒരാൾ മരണപ്പെട്ടു. അങ്ങനെ സൂയിസൈഡിൻ്റെ അറ്റംപ്റ്റ് ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കും പേര് സൂയിസൈഡ് അറ്റംപ്റ്റ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊടുവിൽ ഈ അങ്കമാലിയിലെ ഒരു പെൺകുട്ടി, ജിനിയ ജോസ് എന്ന് പറഞ്ഞ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യപ്പെട്ടു. അതിൻ്റെ കാരണം മുൻകാമുകന് മാനസിക പീഡനം എന്നും പറഞ്ഞു. അപ്പോൾ ന്യൂസ് ഭയങ്കര രീതിയിലാണ്. അങ്കമാലിയിലെ ഒരു സ്വകാര്യ ലാബിലെ ടെക്നീഷ്യനാണ്, ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. അപ്പോൾ എന്നിരുന്നാലും ന്യൂസ് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. എറണാകുളം അങ്കമാലിയിൽ 21-കാരിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ആൺ സുഹൃത്തിന്റെ മാനസിക പീഡനമെന്നാരോപിച്ച് കുടുംബം. അന്വേഷണം ആവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ യുവാവിനെതിരെ തെളിവുകൾ കിട്ടിയിട്ടില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും തന്നെ സംശയിക്കുന്ന ആൺ സുഹൃത്തിനെ കുറിച്ച് ജിനിയ കൂട്ടുകാരിക്ക് അയച്ച ശബ്ദ സന്ദേശം. അടുത്ത കൂട്ടുകാരോട് ഫോണിൽ സംസാരിക്കുന്നതിന്റെ പേരിൽ പോലും ആൺ സുഹൃത്തിൽ നിന്ന് ശകാരമേൽക്കേണ്ടി വന്നിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് ജിനിയ കൂട്ടുകാരിയുമായി നടത്തിയ ആശയവിനിമയങ്ങളെല്ലാം. എടിയാ കിടന്നുറങ്ങുന്നത് ഞാൻ അതിന്റെ ബാക്കിൽ ഒരു മനുഷ്യനെ പോലെ കാണണമെന്ന് പറയണേ. അത് ശരിക്കും ഒരു മനുഷ്യനെ പോലെ, ഒരാണെന്നെ പോലെ തോന്നിക്കൊണ്ടോടി. ഇവൻ വന്നിപ്പോ ലൈഫിൽ ഒറ്റ ഫ്രണ്ട്സില്ല, ഗേൾസ് പോലില്ല. അങ്കമാലിയിലെ സ്വകാര്യ ലാബിൽ ടെക്നീഷ്യനായിരുന്ന ജിനിയ ജോസ് എന്ന 21-കാരിയെ ഈ മാസം 7-ാം തീയതിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ പോയി കഴിഞ്ഞു. മുൻ കാമുകന്റെ മാനസിക പീഡനം, അതാണ് ഇപ്പോൾ ഈ വാർത്തയിൽ കാണിച്ചത്. ഒരു സുഹൃത്തുമായിട്ട് ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് പറയാൻ പാടില്ല. എന്നിരുന്നാലും മറ്റേ ഒരു മനോരമ കോമഡി പരിപാടി ഇല്ലേ, കോമഡി പരിപാടിക്കകത്ത് ഇതുപോലൊരു കലിപ്പൻ്റെ കാന്താരി എന്ന് പറഞ്ഞ ഇതേ ഒരു സീൻ തന്നെയാണ് പറയുന്നത്. എന്നാലും തൊട്ടതിനും പിടിച്ചതിനും സംശയം. അപ്പോൾ അവൻ ഇത്രയും രീതിക്കാണുള്ള ഇങ്ങനെ ടോക്സിക്കായ ആളുകൾ. അതായത് ഇപ്പോൾ അത് ആവണമെന്നില്ല. ഇങ്ങനെ ഓരോ ആൾക്കാർ തൊട്ടതിനും പിടിച്ചതിനും നമ്മൾ കുറ്റം പറയണ വ്യക്തികളൊക്കെ ആരെന്നായാലും അവരിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതെന്നല്ല, ആ ബന്ധം ഉപേക്ഷിക്കേണ്ടത് നല്ലതാണ്. പ്രത്യേകിച്ച് കാമുകി ബന്ധം. ഇവിടെ തന്നെ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. എന്തിനാണ് ഇങ്ങനെ പോയി നിൽക്കുന്നത് എന്നറിയില്ല. ഇപ്പോൾ ഞാൻ പണ്ട് കുറേ റിയാക്ഷൻ വീഡിയോയിലും മിക്കതും പറഞ്ഞിരുന്നു, നമ്മൾ സിനിമയിൽ പല കാര്യങ്ങളും കണ്ട് അനുകരിക്കരുതെന്ന് പറയുന്നത്. അധികം വിട്ടുപോകുന്ന ഒരു പേരാണ് ഈ പ്രണയം അനുകരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടത്. അതല്ല ലൈഫ്. ഇല്ല, ഈ പകുതി എണ്ണത്തിൻ്റെ ജീവിതം പോകണം. ഈ കൗമാര പ്രായത്തിൽ തന്നെ പകുതി എണ്ണത്തിൻ്റെ ഈ ജീവിതം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പാടുള്ള പ്രായത്തിൽ നമ്മൾ പ്രണയിക്കാൻ പോകുന്നത്. എനിക്കിപ്പോൾ 9-10 ക്ലാസ് വെക്കുമ്പോഴാണ് ഈ പ്രണയം. എനിക്ക് ആ സിറ്റുവേഷൻ നല്ല രീതിയിൽ അറിയാം. എനിക്കിങ്ങനെ അട്രാക്ഷൻ തോന്നിയതാണ്. അതൊരിക്കലും അങ്ങനെ മാറിപ്പോവില്ല. ഒക്കെ ലഹരിക്ക് സമാണെന്ന് ഞാൻ പറയും. പലതരം ലഹരികൾ, MDMA, കഞ്ചാവ്, മറ്റേതൊക്കെ ലഹരി എടുത്തു വെച്ചും ഈ ടീനേജ് ലവും കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ടീനേജ് ലവിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും. അമ്മാതിരി ലഹരിയാണ്. അത് തന്നെയാണ് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ല അറ്റാക്കിലേക്ക് പോകണം, ഡിപ്രഷനിലേക്കും കൂടുതലായിട്ട് പോകണം. തന്നെ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്തിനാണ് ഇങ്ങനെ പോയി കെഞ്ചി നിൽക്കുന്നത്? അവൻ അങ്ങനെ ടോക്സിക്കാനുള്ള വ്യക്തിയാണെങ്കിൽ അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോവുക. ഒന്നെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഒന്നെങ്കിൽ സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ അമിതമായ പേടി കൊണ്ട്, അല്ലെങ്കിൽ ഇവനെന്തെങ്കിലും എടുത്തു വെച്ച് വല്ല ബ്ലാക്ക് മെയിലും ചെയ്തിട്ടുണ്ടോ എന്ന് അതും അറിയാൻ പാടില്ല. തീർച്ചയായിട്ടും അവൻ്റെ ഫോണൊക്കെ നല്ലപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇവനൊക്കെ ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോകാണ്ടിരിക്കുക. റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ വിട്ടുപോകാൻ പാടാണ്. ചിലർ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ലഹരികൾക്ക് സമമാണ്. ഇപ്പോൾ ഒരു കഞ്ചാവൊക്കെ അടിച്ച് കഴിയുകയാണെങ്കിൽ 2 ദിവസം അവന് കിട്ടാതെ ഭ്രാന്ത് പോലെയാണ്. ഒരു പെൺകുട്ടിയായിട്ട് അതിനേക്കാൾ ഇരട്ടി എഫക്റ്റാണ് ഒരു ടീനേജ് ലവ് എന്ന് പറഞ്ഞത്.
ഈ കുട്ടികൾ പോയപ്പോൾ ആർക്ക് പോയി? ഒരച്ഛനും അമ്മയ്ക്കും ചേട്ടനും പോയി. നിങ്ങൾ കുടുംബത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഈ പ്രേമിക്കാൻ പോണേനും പ്രേമിക്കണ മാസം അത് സിനിമയിൽ കാണിക്കുന്നതാണ്. ദൈവത്തെ ഓർത്ത് അനുകരിക്കരുത്. സിനിമയിൽ ഒരു നായകൻ പ്രണയിക്കുന്നത് അത് ഭയങ്കര രീതിയാണ്, അതൊക്കെ നേടുന്ന വലിയ കാര്യമാണെന്നും അത് നഷ്ടപ്പെടാൻ തീരായി നഷ്ടമാണെന്നൊക്കെ സിനിമയിൽ കാണിക്കും. അത് ജീവിതത്തിൽ പകർത്തുക 2.5 മണിക്കൂറുള്ള കാര്യമല്ല. അതിനെങ്കിലും മനസ്സിലാക്കുക. അതൊന്ന് ചിന്തിക്കുക. പ്രത്യേകിച്ച് പ്രണയകാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒന്ന് ചിന്തിക്കുക. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടെങ്കിൽ നമുക്കതെടുത്ത് മുന്നോട്ട് പോകാം. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റാത്തൊരു രീതി നമ്മളെ ആണായാലും പെണ്ണായാലും ഉണ്ടാക്കിയെടുക്കുക. നമ്മളുടെ ഒരു അനുമതി ഇല്ലാതെ കൂടെ നമ്മളെ ഭരിക്കാൻ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് ഉള്ളായിട്ടും ഭരിക്കാൻ അത് വീട്ടുകാരായാലും ശരി, കാമുകനായാലും ശരി, നാട്ടുകാർ ശരി, ആരെയായാലും അനുവദിക്കാണ്ടിരിക്കുക. ഇവിടെ ഈ പെൺകുട്ടിയുടെ കാര്യം തന്നെ എടുത്ത് പോകുമ്പോൾ കണ്ടമാനം ടോർച്ചറാണെന്ന് കണ്ടറിയാം. അപ്പോൾ ചാറ്റിൽ തന്നെ പറയുന്നുണ്ട്, പിന്നെ ഒരാൾ കിടക്കുമ്പോൾ കണ്ട ഒരു മനുഷ്യൻ കിടക്കുന്ന പോലെ അവന് തോന്നുന്നത്. ഒരു ഭ്രാന്തനാണ്, കണ്ടപ്പോൾ ഭ്രാന്തനാണ്. പോയപ്പോൾ ആർക്ക് പോയി? അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയുള്ള സഹോദരിമാരായാലും സഹോദരന്മാരായാലും നിങ്ങളിത് സ്വന്തം കാലിൽ നിലയുറപ്പിച്ചിരിക്കുക. സ്വന്തം കാര്യം വരുമാനം ഉണ്ടാക്കി നിൽക്കുക. ആരെയും കൂടുതൽ അനുഭവിക്കാതിരിക്കുക. കാരണം ഇഷ്ടം സ്നേഹിക്കേണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ നമ്മളെ നിലനിൽപ്പ് വേരിന് ബലം കൊടുക്കുക. വേരിന് ബലം കൊടുത്തിട്ടേ മറ്റൊരാൾക്ക് നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ അത് പിന്നെ നാശത്തിലേക്ക് പോകും. ഇനിയെങ്കിലും സഹോദരന്മാരെ ഇതുപോലെയൊന്നും കാണിക്കാണ്ടിരിക്കുക. റിലേഷൻഷിപ്പിൽ ഏർപ്പെടാതിരിക്കുക. നല്ല ജോലി കിട്ടി തനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. അതാരെങ്കിലും എന്തെങ്കിലും വിള്ളലുണ്ടെങ്കിൽ തനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ റിലേഷൻഷിപ്പ്, ഉറപ്പുണ്ടെന്ന് മാത്രമല്ല, അത് നേടിയെടുത്തതിന് ശേഷം മാത്രമേ പ്രണയിക്കാനൊക്കെ പോവുക. എന്തെങ്കിലും പ്രണയ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഈ മാരിയൊക്കെ ഭരിക്കുന്ന രീതി കാണിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത് അവിടെ നിന്ന് റിഗ്രറ്റ് ചെയ്യുക, പിന്മാറുക, ആ ബന്ധം വേണ്ടെന്ന് വയ്ക്കുക. കണ്ടമാനം പെൺകുട്ടി പേടിച്ചിട്ടിരിക്കുക. പേടിച്ചിട്ടാണോ സ്നേഹത്തിൻ്റെ ഇതാണോ എന്നറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഇനിയെങ്കിലും നമ്മൾ എന്തെങ്കിലും പാഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ആണായാലും ശരി, പെൺകുട്ടികളായാലും ശരി. ഇനി ഈ പെൺകുട്ടി വീണ് മരിച്ചവരൊരിക്കലും തിരിച്ചു വരില്ല. ഇനിയെങ്കിലും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക.